വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. മിസ് ഇന്നും നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫീൽഡ് ആൻഡ് ഫോറസ്റ്റ്, വയലും വനവും എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാമല്ലേ, എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഏതൊരു ജീവി ആയി കഴിഞ്ഞാലും ആ ജീവിക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അനുകൂലനങ്ങൾ ഉണ്ടാവണമെന്നുള്ളത്. അനുകൂലനങ്ങൾ മാത്രം മതി ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, പോരാ അല്ലെ, വേറെയും കുറെ കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, നമുക്കില്ലേ, നമ്മൾ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നിങ്ങൾ പറയും നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം അല്ലെ, വേറെ നമുക്ക് വീട് വേണം എന്നൊക്കെ നിങ്ങൾ പറയും അല്ലെ. ഇത് മാത്രം മതിയോ? പോരാ അല്ലെ. കുടിക്കാൻ നമുക്ക് എന്ത് വേണം? വെള്ളം വേണം, നിൽക്കാൻ മണ്ണ് വേണം അല്ലെ, ശ്വസിക്കാൻ വായുവും വേണം. അപ്പൊ അതുപോലെ ജീവികൾക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ അതേ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഒന്നല്ല, 2 ചിത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കണ്ടിട്ട് ഒരു കാട് പോലെയാണ് അല്ലെ നമുക്ക് തോന്നുന്നേ. ഒരുപാട് ജീവികൾ ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് സിംഹത്തിനെ കാണാം, സിംഹമുണ്ട്, ആനയുണ്ട് അല്ലെ, അതാ കരടിയുണ്ട്, കുറെ അണ്ണാരക്കണ്ണന്മാരുണ്ട് അല്ലെ, ഇതാ നോക്കിക്കേ ഒരു കിളികളുണ്ട്, ഒപ്പം കുറച്ച് കുരങ്ങന്മാരെയും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ. അത് മാത്രല്ലല്ലേ കാണാൻ സാധിക്കുന്നത്, ഒപ്പം കുറെ ചെടികള്, അതേപോലെ തന്നെ അരുവി ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കോ, ഇവിടെ എന്താ കാണുന്നത്? ഇതൊരു കുളമാണ് അല്ലെ. ഇതാ നോക്കിക്കേ, തുമ്പിയുണ്ട്, തവളയുണ്ട്, കൊതുകുണ്ട്, ഈച്ചയുണ്ട് അല്ലെ. ഈച്ചയും കൊതുകാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, പക്ഷെ കൊതുകിനെ പോലെയാണ് ഉള്ളത് അല്ലെ. യെസ്, എല്ലാവരെയും നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ. വെള്ളമുണ്ട്, കല്ലുകളുണ്ട്, ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ജീവി അല്ലെ, ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിയ ഘടകങ്ങളും അജീവിയ ഘടകങ്ങളും സഹായിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ ഇതിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് അഥവാ ലിവിങ് തിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ നിങ്ങൾ, ഇതാ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിവിങ് തിങ്സ് ആർ കോൾഡ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ഒരു സ്ഥലത്ത് അല്ലെ ജീവനുള്ള ആളുകളെയാണ് നമ്മൾ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫിഷ്, ട്രീ, ലോട്ടസ്, ഗ്രാസ്, ബേർഡ്, വൈന് അല്ലെ, എക്സെട്ര. നോൺ ലിവിങ് തിങ്സ് ആർ ഓൾസോ കോൾഡ് ആസ് അബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഇവിടെ അല്ലെ ജീവനില്ലാത്ത ആളുകളും ഉണ്ട്. ആരൊക്കെയാ? എയർ, വാട്ടർ, സൺലൈറ്റ്, സോയില്, റോക്ക്, സാൻഡ്. അപ്പൊ ജീവനുള്ള ആളുകളെ അല്ലെ, ജീവനുള്ള, നമ്മൾ ഈ ചിത്രത്തിൽ ജീവനുള്ള ഒരുപാട് ആളുകളെ കണ്ടല്ലോ. അപ്പൊ അവരെയാണ് നമ്മൾ ജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ജീവനില്ലാത്തവയും ഉണ്ട് അല്ലെ, അവയെ നമ്മൾ അജീവീയ ഘടകങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഒരുപോലെ ഒത്തുചേർന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലെ. അവിടെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്ന പുതിയ ഒരു കാര്യം പഠിക്കുന്നത്. എന്താണ് നോക്കണേ, ദ സിസ്റ്റം ഓർ പ്ലേസ് വേർ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ മ്യൂച്വലി ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ ഈസ് കോൾഡ് ആസ് എക്കോസിസ്റ്റം. ഫോർ എക്സാമ്പിൾ, പോണ്ട് ഈസ് എൻ എക്കോസിസ്റ്റം അല്ലെ. എന്താണ്? കുളം എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റം ആണ്. ഇൻ എ പോണ്ട് ബയോട്ടിക് ഫാക്ടേഴ്സ് ലൈക്ക് ഫിഷ്, ഫ്രോഗ്, സ്നേക്ക്, water plants etc are found, and abiotic factors like water, soil, sunlight etc are depend on each other. എന്ന് പറഞ്ഞ ടീച്ചർ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആക്കി പറഞ്ഞു തരട്ടെ. നമ്മളിപ്പോ ഒരു ആവാസ വ്യവസ്ഥ നോക്കുക. എന്താ ഈ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവികളും അല്ലെ ജീവിക്കുന്ന ആ ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. കാട് ഒരു ആവാസ വ്യവസ്ഥയാണ്, കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്, പുഴ ഒരു ആവാസ വ്യവസ്ഥയാണ്, കടല് അല്ലെ സീ ഒരു ആവാസ വ്യവസ്ഥയാണ്. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയണമെങ്കിൽ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ജീവീയ ഘടകങ്ങളും ഉണ്ടായിരിക്കും, അജീവീയ ഘടകങ്ങളും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് there will be biotic factors as well as abiotic factors. ഈ ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? കോ എക്സിസ്റ്റ് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫിഷിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമില്ലാതെ പറ്റുമോ? ഇല്ല അല്ലെ. മനുഷ്യന്മാർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വായു ഇല്ലാതെ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ വായു വേണം. അപ്പൊ ജീവനുള്ള ആളുകളെ ജീവിക്കാൻ അനുവദിക്കുന്നത് ജീവനില്ലാത്ത കുറെ ആളുകൾ കൂടിയല്ലേ. നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും. സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ചെടികൾക്ക് വളരാൻ പറ്റത്തില്ല. അപ്പോ ജീവനുള്ള ആളുകളെ ജീവനില്ലാത്ത ആളുകളല്ലേ എപ്പോഴും ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ചങ്ങോട്ടും ഉണ്ട് അല്ലെ ഒരു റിലേഷൻഷിപ്പ്. അങ്ങനെ എല്ലാരും കൂടെ ഒത്തുചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ അല്ലെ, ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. കുളം ഒരു ആവാസ വ്യവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്കറിയുന്ന അല്ലെ മറ്റ് ആവാസ വ്യവസ്ഥകളെ കുറിച്ച് ഒരു കുഞ്ഞു കുറിപ്പ് തയ്യാറാക്കുമല്ലോ അല്ലെ. യെസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ.